സോ ഈ സിമ്പിൾ ഓർഗാനിക് മോളിക്യൂളുകളായിട്ട് ഫോം ചെയ്യാനുള്ള എനർജി പ്രൊവൈഡ് ചെയ്തത് നമ്മൾ പറഞ്ഞു ലൈറ്റനിങ് റിയാക്ഷൻ, ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് വഴി, അതുപോലെ അൾട്രാ വയലറ്റ് റേസ് സണ്ണിൽ നിന്ന് കിട്ടിയത്, അതുപോലെ ഈ റിയാക്ഷൻസിന് വേണ്ടിയുള്ള എനർജി കിട്ടിയത് ലൈറ്റനിങ്ങിൽ നിന്ന്, അതായത് ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് വഴി സണ്ണിൽ നിന്ന് കിട്ടിയ UV റേസ്, പിന്നെ ഇൻറ്റൻസ് ഡ്രൈ ഹീറ്റ്, അതായത് വോൾക്കാനിക് ഇറപ്ഷൻസിൽ നിന്ന് വരുന്ന ആ ഡ്രൈ ഹീറ്റ് എനർജി ആയിട്ട്, പിന്നെ റേഡിയോ ആക്റ്റീവ് ഡീകെ ഓഫ് സം എലമെൻറ്റ്സ്, ഡിഫറെൻറ്റ് എലമെൻറ്റ്സിൻ്റെ റേഡിയോ ആക്റ്റീവ് ഡീകെ വഴി ഉണ്ടാകുന്ന എനർജി. ഇതൊക്കെയാണ് ഈ പറഞ്ഞ സിമ്പിൾ ഓർഗാനിക് മോളിക്യൂളായിട്ട് ഫോം ചെയ്യാനുള്ള എനർജി പ്രൊവൈഡ് ചെയ്തത് സിമ്പിൾ ഫോമുകളിൽ. അന്ന് ഓസോൺ ലെയർ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഓസോൺ ലെയർ ഈ അൾട്രാവയലറ്റ് റേറ്റിനെ യൂസ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഓർഗാനിക് മോളിക്യൂൾ നമ്മുടെ വാട്ടർ ബോഡീസിൽ അല്ലെങ്കിൽ ഓഷ്യൻസിൽ ഫോം ചെയ്ത ഓർഗാനിക് വാട്ടർ മോളിക്യൂൾസ് അവരുടെ ഡീഗ്രഡേഷൻ വളരെ പതുക്കെയാണ്, സ്ലോലിയാണ് അവർ ഡീഗ്രേഡ് ചെയ്തത്. എക്സ്ട്രീംലി സ്ലോ ആയിട്ടാണ് ഈ പറഞ്ഞ ഓർഗാനിക് മോളിക്യൂൾ ഡീഗ്രേഡ് ചെയ്തത്. കാരണം അപ്പോൾ ആ വാട്ടർ ബോഡീസിൽ എൻസൈം, ഒരു കാറ്റലിസ്റ്റായിട്ട് എൻസൈമുകളോ അല്ലെങ്കിൽ വേറെ ലൈഫ് ഫോംസുകളോ ഒന്നും തന്നെയില്ല. വേറെ ലൈഫ് ഫോംസുകളോ ഒരു എൻസൈം ഒരു കാറ്റലിസ്റ്റായിട്ട് ഇല്ലാത്തത് കൊണ്ട് ഈ പറഞ്ഞ ഓർഗാനിക് മോളിക്യൂൾസുകൾ, വാട്ടർ ബോഡീസിലെ ഓർഗാനിക് മോളിക്യൂൾ ഒന്നും തന്നെ അങ്ങനെ തന്നെ വളരെയധികം സ്ലോലിയാണ് ഡീഗ്രേഡ് ചെയ്തത്. അതിനുശേഷമാണ് ഓസോൺ ലെയർ ഫോം ചെയ്തത്. അങ്ങനെ എർത്ത് ഗ്രാജുവലി തണുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, എല്ലാ റിയാക്ഷനും കഴിഞ്ഞ് തണുത്ത് കണ്ടൻസ് ചെയ്ത് സോളിഡ് സ്ട്രക്ചറായി മാറി. ഈ സോളിഡ് സ്ട്രക്ചറിൽ ഔട്ടർ ലെയർ എർത്തിൻ്റെ ലിത്തോസ്ഫിയർ, സോളിഡ് ആയിട്ടുള്ള ഔട്ടർ ലെയർ ലിത്തോസ്ഫിയർ എന്നും, അതുപോലെ എർത്തിൻ്റെ സറൗണ്ട് ചെയ്ത ഗേഷ്യസ് എൻവലപ്പ് അറ്റ്മോസ്ഫിയർ എന്നും, അതുപോലെ പിന്നെയും എർത്ത് പിന്നെയും തണുത്ത് കഴിഞ്ഞപ്പോൾ എന്തായി, അവിടുത്തെ ടെമ്പറേച്ചർ വളരെയധികം കുറഞ്ഞു. അപ്പോൾ വാട്ടറി പാർട്ട് ഫോം ചെയ്തു, അതാണ് ഹൈഡ്രോസ്ഫിയർ. ഇത്രയും ഡിഫറെൻറ്റ് ലെയറുകൾ ഫോം ചെയ്തു. സോ എർത്ത് തണുത്ത് ആ സോളിഡ് സ്ട്രക്ചറെ കണ്ടൻസ് ചെയ്ത് സോളിഡ് സ്ട്രക്ചർ ആയപ്പോൾ ഏറ്റവും പുറത്ത് ലിത്തോസ്ഫിയർ, ഗേഷ്യസ് എൻവലപ്പ്, അറ്റ്മോസ്ഫിയർ, അതുപോലെ വീണ്ടും തണുത്ത് വാട്ടറി പാർട്ട് ഫോം ചെയ്തപ്പോൾ ഹൈഡ്രോസ്ഫിയറും ഫോം ചെയ്തു. ഇപ്പോൾ ഈ പറഞ്ഞ ഓർഗാനിക് മോളിക്യൂൾ, സിമ്പിൾ ഓർഗാനിക് മോളിക്യൂളുകളുടെ ആ ഒരു ഫോർമേഷൻ അല്ലെങ്കിൽ ഒറിജിൻ, എർത്തിൽ ആ യൂണിവേഴ്സ്, എർത്ത്, സോളാർ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് ആ ഫോർമേഷൻ ഇന്നത്തെ ഒരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഇന്നത്തെ അറ്റ്മോസ്ഫിയറിൽ സാധ്യമല്ല. ബിക്കോസ് അന്നത്തെ അതെന്ന് പറയുന്നത് റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയർ എന്നാണ് പറയുന്നത്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയറാണ്. എന്നാൽ ഇപ്പോൾ ഉള്ളത് ഓക്സിഡൈസിങ് അറ്റ്മോസ്ഫിയറാണ്. സോ ഇതുപോലത്തെ ഒരു ചേഞ്ച്, ഇതുപോലത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരിക്കലും പ്രസൻറ്റ് ഓക്സിഡൈസിങ് അറ്റ്മോസ്ഫിയറിൽ സാധ്യമല്ല. സോ പ്രസൻറ്റ് ഇപ്പോഴത്തെ അറ്റ്മോസ്ഫിയർ ഓക്സിഡൈസിങ് അറ്റ്മോസ്ഫിയറാണ്. ഓക്സിഡൈസിങ് അറ്റ്മോസ്ഫിയറിൽ ഇതുപോലത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരിക്കലും സാധ്യമല്ല. കാരണം നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ അല്ലെങ്കിൽ വേരിയസ് ലൈഫ് ഫോംസായ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഈ ഉണ്ടാകുന്ന ഓർഗാനിക് മോളിക്യൂൾ ലിവിങ് പാർട്ടിക്കിൾസിനെ എന്ത് ചെയ്യുന്നു, ഡീകമ്പോസ് ചെയ്യുകയോ ഡിസ്ട്രോയോ അതിൻ്റെ വേറൊരു ചേഞ്ച് ആക്കുകയോ ചെയ്യും. സോ അറ്റ് പ്രസൻറ്റ് ഇതുപോലത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ സാധ്യമല്ലാത്തതിന് കാരണം ഇപ്പോഴത്തെ അറ്റ്മോസ്ഫിയർ ഓക്സിഡൈസിങ്ങും, എന്നാൽ അന്ന് ഇതൊക്കെ സാധ്യമായതിന് കാരണം അന്നത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയർ എന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ എർത്ത് ഒറിജിനേറ്റ് ചെയ്തത്. ഇങ്ങനെ എർത്തിൽ ഈ സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾ ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നീട് അവിടെ ലൈഫ് ഫോംസ് ഫോം ചെയ്യാനുള്ള സാധ്യതകൾ അവിടെ ഡെവലപ്പ് ചെയ്തു.